ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മളുടെ അടുത്ത് ഒരുപാട് ഐഡിയാസുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ദിവസവും 15ഉം 20ഉം ആളുകളൊക്കെ നമ്മളെ പലതരത്തിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. കോളുകൾ വിളിച്ചിട്ടും ഇമെയിൽ അയച്ചിട്ടും ഒക്കെ. ഈ ഐഡിയ എത്രമാത്രം നല്ലതാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ്. പല ആളുകളും അത് ചോദിച്ച് വിളിക്കും. പിന്നീട് ഒരു റിപ്ലൈ പോലും കാത്തു നിൽക്കാൻ ചിലപ്പോൾ അവർ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ചില ആളുകൾ അത് വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. നമുക്ക് ഒരു ഐഡിയ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് പ്ലാനും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വാലിഡേഷന് വേണ്ടി നമ്മളുടെ അടുത്തേക്ക് വരാം. പലപ്പോഴും നിങ്ങൾ ഷാർക്ക് ടാങ്ക് പോലുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഷാർക്ക് ടാങ്കിലൊക്കെ പലപ്പോഴും പലരും ഐഡിയ ആയിട്ടാണ് വരുന്നത്. ഷാർക്ക് ടാങ്കിൽ ഇരിക്കുന്ന ഷാർക്സ് വളരെ കൃത്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് പല ആളുകളും റിയലൈസ് ചെയ്യുന്നത് നമ്മൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷാർക്ക് ടാങ്ക് പോലെയുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളും ഐഡിയ വാലിഡേഷന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം നമ്മുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഡൊമൈനിൽ എക്സ്പീരിയൻസ് ഉള്ള 10-12 വർഷം എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടൻസ് ഇരുന്നു കൊണ്ടാണ് നിങ്ങളോട് കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് തരികയും ചെയ്യും. പലപ്പോഴും ഇങ്ങനെ ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ അല്ല എന്ന് നമ്മൾ പറയാറുള്ളത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാരണം മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു ഐഡിയ ഉണ്ടാക്കും. പലപ്പോഴും നമ്മളുടെ ഐഡിയ മാത്രമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡിയയും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഐഡിയയൊക്കെ ആയിരിക്കും. മാർക്കറ്റിനോ നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകൾക്കോ യാതൊരു താല്പര്യവും ഈ ഐഡിയയിൽ ഉണ്ടാവണമെന്നില്ല. അവരുടെ ഒരു പ്രശ്നത്തെയും അത് പരിഹരിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ വന്നാൽ മാർക്കറ്റിൽ അതിന് ആവശ്യക്കാരില്ലാതെ വരും. എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ അത് വിറ്റുപോയില്ല എന്ന് വന്നേക്കാം. അപ്പം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ പല ഘടകങ്ങളുണ്ട്. മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കണമെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ കൺസ്യൂമർ ബിഹേവിയർ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മാറി വരുന്ന രീതികൾ മനസ്സിലാക്കണം. അതുപോലെ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഒരു കംപ്ലീറ്റ് അനാലിസിസിലൂടെയാണ് മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റിൽ ശരിക്കും ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രോബ്ലവും സൊല്യൂഷനും തമ്മിലുള്ള ഫിറ്റ്, പ്രോബ്ലം സൊല്യൂഷൻ ഫിറ്റ് എന്ന് പറയും. ഈ പ്രോബ്ലം സൊല്യൂഷൻ ഫിറ്റ് കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പിക്കലാണ്. അപ്പം മാർക്കറ്റിന് ചില പ്രത്യേക ആവശ്യങ്ങളുണ്ടാവും. നമ്മൾ ആ ആവശ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. എന്നാൽ കൃത്യമായി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ മാത്രം പര്യാപ്തമാണോ അത് എന്നുള്ളത് പല ഘടകങ്ങൾ നോക്കി വേണം തീരുമാനിക്കാൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് പല പരിഹാരങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏറ്റവും വേഗത്തിൽ പോകാൻ സാധിക്കുക ഒരുപക്ഷെ ഒരു ഫ്ലൈറ്റ് പിടിച്ചാലാണ്. അതേസമയം ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറവാകുന്നത്? ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് കുറവാണ്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് കുറവാകുന്നത്? ഓട്ടോമാറ്റിക്കലി ഫ്ലൈറ്റിൻ്റെ ചാർജസ് കൂടുതലായിരിക്കാം. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ചാർജസ് കുറവാവുകയും ഒപ്പം തന്നെ അതിന് ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ട്രെയിനിൽ പോകുന്നതിനേക്കാൾ ബസ്സിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഫ്ലൈറ്റ് പ്രിഫർ ചെയ്തേക്കാം. കാരണം വളരെ എളുപ്പത്തിലെത്തും, അത് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷനാണ്, ഒരു സംശയമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ ഫ്ലൈറ്റ് ഓപ്റ്റ് ചെയ്യുന്നില്ല? തീർച്ചയായിട്ടും അതിന് ഇപ്പോൾ മാർക്കറ്റ് ഡിമാൻഡില്ല. മാർക്കറ്റിൽ ആളുകൾക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ വിലയാണ് അതിനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇത്തരത്തിൽ നമുക്ക് മാർക്കറ്റിൽ ചുറ്റും നോക്കിയാൽ ആളുകൾ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ പെയിനുകളുണ്ട്. പക്ഷേ ആ പെയിനുകൾക്ക് അവർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ശരിയായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാകുന്നത്. എൻ്റെ കയ്യിലൊരു കിടിലൻ ഐഡിയയുണ്ട്, പക്ഷേ അതിൻ്റെ കോസ്റ്റ് ഒരല്പം കൂടുതലാണെന്ന് പറയുമ്പോൾ അത് ശരിക്കും മാർക്കറ്റിന് ഫിറ്റായ ഒരു ഐഡിയ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത പോയിന്റ് സ്കെയിലബിലിറ്റിയാണ്. എത്രമാത്രം ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ ആ ഷോപ്പിന് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഷോപ്പൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം നമുക്കറിയാം. പലപ്പോഴും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്, വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഇൻവെൻട്രി ആവശ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ റീറ്റെയിൽ കോൺസെപ്റ്റുകളെ ഒന്നും സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റുകളായി സാധാരണ അംഗീകരിക്കാത്തത്.
അതുകൊണ്ടാണ് ഒരു ആപ്പിലൂടെ ചെയ്യുന്ന ഈ കോൺസെപ്റ്റുകളെ D2C അല്ലെങ്കിൽ B2C എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളെയൊക്കെ സ്റ്റാർട്ടപ്പുകളായി അംഗീകരിക്കുന്നു. എന്നാൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിക്കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റുകളെ പലപ്പോഴും സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാത്തതും കാരണം ഇത്തരത്തിലുള്ള ട്രഡീഷണൽ റീറ്റെയിൽ ഫോർമാറ്റുകളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ പോലും. അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്കൊരു D2C ഫോർമാറ്റിലേക്ക് വളരെ ഈസി ആയിട്ട് ലോകം മുഴുവൻ എത്തിക്കാവുന്ന തരത്തിലേക്ക് ഒരു ആപ്പ് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾക്ക് വലിയ സ്കെയിലബിലിറ്റി ഉണ്ടാകുന്നതും ലോകം മുഴുവൻ പെട്ടെന്ന് എത്തിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതും വലിയ ഫണ്ട് അത് എത്തിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യം വരുന്നു. അതിനകത്ത് വലിയ ഫണ്ടുകൾ VCs നിക്ഷേപിക്കാൻ റെഡിയാവുന്നത്. അപ്പോൾ സ്കെയിലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. പലപ്പോഴും സർവീസ് ബിസിനസ്സുകൾക്ക് പറ്റുന്ന അടി അവിടെയാണ്. കാരണം സർവീസ് ബിസിനസ്സുകളിൽ അത് വളരെ പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്. എപ്പോഴാണോ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അത് സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് അതിനൊരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിക്കുന്നത് അപ്പോഴാണ് പലതിനും സ്കെയിലബിലിറ്റി ഉണ്ടാവുക. അടുത്തത് റിസോഴ്സസ് ആണ്. പലപ്പോഴും ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസേ ഉണ്ടാവുകയുള്ളൂ. പല സാധനങ്ങളും ഉണ്ടാക്കാമെന്ന് പറയും, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയ ചില സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് സോഴ്സ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പല കോൺസെപ്റ്റുകളും കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അവരൊരിക്കലും അവർ വലുതാവുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. അവരിപ്പോൾ ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് ഇവർക്ക് വളരെ ഈസി ആയിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അത് 100-ൽ നിന്ന് 1000 ആകുമ്പോഴും 1000-ൽ നിന്ന് 10,000-ഉം 10,000-ൽ നിന്ന് ലക്ഷവും ആകുമ്പോൾ ഈ ലക്ഷം സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള റിസോഴ്സസ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കുമ്പോഴാണ് പലപ്പോഴും റിസോഴ്സസ് അപര്യാപ്തമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ വെച്ച് ആ ബിസിനസ് ഐഡിയ കംപ്ലീറ്റ്ലി ബ്ലോക്കായി പോകും. അവിടെ നിന്ന് അങ്ങോട്ട് സ്കെയിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും കാലം ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ വെറുതെ ആയി പോകും. അപ്പോൾ റിസോഴ്സുകൾ പര്യാപ്തമാണോ നമുക്ക് ഈ ബിസിനസ് ചെയ്യാനെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ടാവും മിക്കവാറും എല്ലാ സെഗ്മെൻറ്റിലും. പക്ഷേ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് ആണ് നമുക്കുള്ളത് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കണം. പലപ്പോഴും അതിന് ഉത്തരം ഉണ്ടാവാറില്ല. കോമ്പറ്റീറ്റേഴ്സിൻ്റെ കോപ്പി ആയിരിക്കും പലപ്പോഴും പ്രൊഡക്റ്റ്. പല ആളുകളും വന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ 5-10 കോമ്പറ്റീറ്റേഴ്സ് ഇവർക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് അവർ പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കാൻ തയ്യാറാവാത്തതും അതിൽ നിന്നൊരു വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ഒരു റിസർച്ച് നടത്താൻ തയ്യാറാവാത്തതും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ തയ്യാറാവാത്തതും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അടുത്ത ഒരു പ്രശ്നം റെഗുലേറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന അനുവദിക്കുന്ന സംഭവങ്ങളായിരിക്കണമെന്നില്ല, നമ്മുടെ രാജ്യത്തെ ലോ അനുസരിച്ച് നടക്കുന്ന സംഭവങ്ങളായിരിക്കണമെന്നില്ല. അതും പലപ്പോഴും പ്രശ്നമായിട്ട് വരാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരാറുള്ള അടുത്ത ഒരു പ്രശ്നം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കെയിലിലേക്ക് ഒരു കാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് അവർക്കുണ്ടാവില്ല. അങ്ങനെ ഒരു ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമം ഫണ്ടുണ്ട്. ആ ഫണ്ട് ഇല്ലെങ്കിൽ അത്തരം ഒരു ബിസിനസ് തുടങ്ങിയിട്ട് യാതൊരു പ്രയോജനവുമില്ല, നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് എക്സാമ്പിൾസ്, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നമ്മളുടെ കേരളത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ള പല സ്റ്റാർട്ടപ്പുകളും കുറേ ദൂരം മുന്നോട്ട് പോയതിന് ശേഷം പിന്നീട് അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? അവർക്ക് ഇനഫായിട്ടുള്ള ഫണ്ട് സോഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ യൂണിക്കോൺ ആവുന്ന തരത്തിലേക്ക് വളരെ ശക്തമായി മുന്നേറിയുന്ന പല സ്റ്റാർട്ടപ്പുകളും ഗോ മെക്കാനിക് അടക്കമുള്ള വലിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇടയിൽ വെച്ച് നിന്നു പോകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഫണ്ട് റൈറ്റ് ടൈമിൽ സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും ബിസിനസ്സുകൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ട ഒരു കാലിബർ നമ്മളുടെ ടീമിനുണ്ടോ? ഫണ്ട് സോഴ്സ് ചെയ്യാനുള്ള കാലിബർ, അത് കൃത്യമായി പ്രസൻറ്റ് ചെയ്യാനുള്ള കാലിബർ, നമ്മളുടെ ഡൊമൈനിലെ എക്സ്പെർട്ടീസ് കൊണ്ടുവരാനുള്ള കാലിബർ നമ്മുടെ ടീമിനുണ്ടോ? അതിനുള്ള ലീഡർഷിപ്പ് ഉണ്ടോ? അതിനുള്ള വിഷൻ ഉണ്ടോ? അതിനുള്ള തേഴ്സ്റ്റ് ഉണ്ടോ? ദാഹമുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതൊന്നുമില്ലാതെ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ വെച്ച് ഏതെങ്കിലും ഒരു ഫേസിൽ വെച്ച് കാലിടറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞങ്ങളുടെ തന്നെ പല കൺസൾട്ടിങ് അസൈൻമെൻറ്റ്സിലും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നവും ഈ ലീഡർഷിപ്പിൻ്റെ അപര്യാപ്തതയാണ്. പലപ്പോഴും ആ ഓർഗനൈസേഷനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലീഡേഴ്സ് അതിനകത്തില്ലെങ്കിൽ, ഫൗണ്ടർ ശരിക്കും നല്ലൊരു വിഷണറി ലീഡർ അല്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈവൻ VCസും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഫൗണ്ടേഴ്സിൻ്റെ ഒരു കാലിബറിനെ തന്നെയാണ്. ഫൗണ്ടർ എത്രമാത്രം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കാലിബറുള്ള ആളാണ്, ഒപ്പം തന്നെ അയാൾക്ക് സപ്പോർട്ടായിട്ടുള്ള ടീം മെമ്പേഴ്സ് എത്രമാത്രം കാലിബറുള്ള ആൾക്കാരാണ്, ഇതൊക്കെ തന്നെ പ്രധാനമാണ്. അപ്പോൾ ഒരു ഐഡിയയുമായിട്ട് നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ
ഈ കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻസ്, പ്രത്യേകിച്ചും എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ് ചെയ്ത് ബിസിനസ്സിനകത്തോട്ട് ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് പോയി ഒരു മെൻറ്റർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയ വാലിഡേഷൻ എടുത്ത് അതിന് കൃത്യമായിട്ടുള്ള ഫേസുകൾ തയ്യാറാക്കി കൃത്യമായിട്ടുള്ള ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു അപേക്ഷയാണ്. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ മാത്രം ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയ വാലിഡേഷൻ സർവീസസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ, കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഐഡിയ വാലിഡേഷൻ വളരെ കൃത്യമായി ചെയ്ത് കൃത്യമായ പ്ലാനോടുകൂടി ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ബിസിനസ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്.